വിശദമായ വാർത്തകളിലേക്ക്. സമാധിയിലെ ദുരൂഹത നീക്കാൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിൽ നാടകീയ രംഗങ്ങൾ. പോലീസിനെയും ഫോറൻസിക് സംഘത്തെയും തടഞ്ഞ കുടുംബവും ചില നാട്ടുകാരും. അച്ഛന്റെ പവിത്രത കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മളെ നിർത്തി കണ്ടിട്ട് തൊടുള്ളൂ. പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഞങ്ങൾ ഞാൻ സത്യമായിട്ട് ഒന്ന് പറയണം. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം പ്രവർത്തിക്കും. ഞാൻ പറയുന്നതിന് അമ്മ ഒന്ന് മിണ്ടാരി, അമ്മ മിണ്ടാരി, മിണ്ടാരി, അമ്മ മിണ്ടാരി. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. അമ്മ, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച? ഇല്ല 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 ഇല്ല. ഞാൻ പറയുന്നതിന് ഒരു കാര്യം. അമ്മ ഒന്ന് മിണ്ടായിരിക്കും. ഞാൻ പറയട്ടെ പറയട്ടെ, അമ്മ ഒന്ന് പറയട്ടെ. സാർ സാർ ഞാൻ ഒന്ന് പറയണമെന്ന് മനസ്സിലാക്കാത്ത സാർ, ഞാൻ ഒന്ന് പറയണമെന്ന് സാർ മാറാൻ എനിക്കൊന്ന് പറയണമെന്ന് മനസ്സിലാക്കണം. നിങ്ങളാദ്യം ഞങ്ങളൊന്ന് പറയണം, മനസ്സിലാക്കണം. ഞങ്ങൾ പറയണ അങ്ങനെ അങ്ങനെ ഇഷ്ടപ്രകാരം സ്വന്തം അച്ഛന്റെ കർമ്മം മറ്റൊരു ചെയ്യാതെ ചെയ്യണത്. മുസ്ലിം തീവ്രവാദികളാണ് ഏറ്റവും കൂടുതൽ. മുസ്ലിം തീവ്രവാദികളാണ് ഞാൻ പീഠത്തിലിരുന്ന ഗോപൻ സ്വാമി സമാധിയായതെന്നാണ് ഭാര്യ സുലോചനയും കുടുംബവും പറയുന്നത്. പൊളിക്കാൻ പറ്റില്ല, അത് സമാധി ആയതുകൊണ്ട് പൊളിച്ചൂടാ. സമാധി ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കാണലെന്ന് പറഞ്ഞ് അവർ കൊടുത്ത ആ മുഹൂർത്തത്തിൽ മക്കൾ പൂജകളും കർമ്മങ്ങളും ചെയ്തേ പറ്റും. ആ കർമ്മ സമയത്ത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ആ പൂജ ആ കർമ്മം പൂർത്തിയാകില്ല. അപ്പം കർമ്മത്തിൻ്റെ എല്ലാം മോന് നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടാണ്. പറഞ്ഞ് ഇന്നും ഇന്നലെ ഒന്നുമല്ല, 5 കൊല്ലത്തിന് മുമ്പേ രണ്ടുപേരും കൂടെ ആ 4 വർഷം കണ്ടറിയാം നമ്മൾ സത്യമാണോ. ആ 4 കൃഷി വീടെന്നാണ് മോൻ എഴുതി. എത്ര ആ കൃഷി വീടത്തിൽ പേര് വരെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ അതിലാണ് ഇപ്പൊ ഇരുന്ന് സമാധി ആയതെങ്കിലും സമാധി ആയെന്ന് പറഞ്ഞ ആ സമയം പറഞ്ഞ ഇങ്ങനെയുള്ള നാട്ടുകാർ ചെയ്യാൻ സമ്മതിക്കില്ല. സ്ലാബ് എന്നൊക്കെ അതിനെ നപുംസകശില എന്നാണ് പറയുന്നത്. അതായത് ഈ പത്മപീഠത്തിൽ അച്ഛൻ നേരത്തെ 5 വർഷത്തിന് മുമ്പേ അച്ഛൻ ഈ സമാധി ഈ വിഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ മയിലാടിയിൽ നിന്ന് തന്നെ ഈ അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠവും ഈ നപുംസകശില ഇടാനുള്ള എല്ലാം നേരത്തെ അച്ഛൻ കൊണ്ടുവന്നതിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നാട്ടുകാർക്കെല്ലാം അറിയാം. ഈ നാട്ടുകാരും കൂടെ ഈ വിഗ്രഹം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സമാധിയാവുന്ന അച്ഛൻ തന്നെ ഇന്നടുത്ത് പറയണം, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയണം അച്ഛൻ ഇന്ന ദിവസം സമാധിയാവും. അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഏകാഗ്രത നഷ്ടപ്പെടില്ലേ? ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല. അതായത് ഇതിനെ ഈ ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജിബിൻ ജെബിയും രാഹുൽ ജി നാഥും വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ ഈ സംഭവ സ്ഥലത്ത് തന്നെ ഈ കല്ലറയ്ക്ക് സമീപത്താണോ ഉള്ളത്? ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുകയാണോ? പോലീസ് എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്? ഇനി മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നതിലേക്ക് തന്നെയാണ് പോലീസ് ഏറ്റവും കൂടുതലധികം പ്രാധാന്യം നൽകുന്ന. പ്രത്യേകിച്ച് കളക്ടറുടെ ഉത്തരവുണ്ട്. ഇന്ന് തന്നെ ഇവിടെ മൂർത്തി ഇവിടെ ഇപ്പോൾ പ്രതിഷേധക്കാർ പുറത്തു നിൽക്കുന്ന പ്രതിഷേധക്കാർ തമ്മിൽ ജിബിൻ ജെബിയാണ് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലാണ് സംഭവം. കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. രാഹുൽ ജി നാഥുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും പ്രതിഷേധം സ്ഥലത്ത് തുടരുകയാണോ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും?
അല്പസമയം മുൻപ് വരെ അമ്മയും മക്കളും, അതായത് ഈ ഗോപൻ സ്വാമിയുടെ അമ്മയും മക്കളും ഉൾപ്പെടെയുള്ളവർ ആ പീഠത്തിന്, ഈ സമാധിയായി അതിനുള്ളിൽ അടക്കം ചെയ്തു എന്ന് പറയുന്ന പീഠത്തിന് മുന്നിലിരുന്നു കൊണ്ട് ഇവർ വലിയ പ്രതിഷേധം ഉന്നയിക്കുകയായിരുന്നു. ആ പ്രതിഷേധത്തിൽ അവർ പറഞ്ഞത് ഇതൊരു ആചാരപരമായ കാര്യമാണ്, ഒരിക്കലും ഇതിന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് അവർ ഉന്നയിച്ചതെങ്കിൽ പിന്നീട് ഇപ്പോൾ അവർ വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ഈ കുടുംബാംഗങ്ങൾ വീട്ടിലേക്ക് പ്രതിഷേധം അവസാനിപ്പിച്ച് മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ അവർക്കും സമയം വേണം, നിയമപരമായി ഇത് നേരിടാനുള്ള സമയം അവർക്ക് നൽകണമെന്ന തരത്തിലാണ് അവർ നിലവിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വീടിന് പുറത്ത് ആളുകൾ ആവശ്യവുമായി എത്തുകയാണ്.